ഹായ്, നമസ്കാരം. ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. എന്താണ് വിശേഷം? നല്ല വിശേഷം തന്നെ. ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള പെണ്ണുങ്ങൾ അത് പൊളിച്ച് വീട്ടിൽ നിന്ന് പോവും, വൈകിട്ട് വന്നെങ്കിൽ വന്നു. ഇതേത് ഭാഷയാണെന്ന് നിങ്ങൾക്കറിയോ? പാലക്കാട്ട് ഭാഷ. അപ്പോൾ എന്തായാലും ഇന്ന് ഒരു സംഭവം പറയാൻ പോവാണ്. അതായത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം തന്നെ. അതായത് ആൻ്റണി പെരുമ്പാവൂർ എന്ന വ്യക്തിയെക്കുറിച്ചുള്ളൊരു സംഭവമാണ്. ആൻ്റണി പെരുമ്പാവൂർ എന്തൊക്കെ പറഞ്ഞാലും നല്ല കഴിവുള്ള, നല്ല മിടുക്കനായ പ്രൊഡ്യൂസറാണ്. അത് 100% ദാസേട്ടൻ തൃശ്ശൂർ അംഗീകരിക്കുന്നു. ഇന്നലെ മുതലല്ല. കാരണം ലാലേട്ടന് ആൻ്റണി പെരുമ്പാവൂർ എന്നത് വലിയൊരു ശക്തി തന്നെയാണ്. മമ്മൂക്കയ്ക്ക് അങ്ങനെ ഒരാളില്ല എന്നുള്ളതും വലിയൊരു ഡ്രോബാക്കാണ്, നെഗറ്റീവാണ്. ലാലേട്ടന് ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ക് ബ്രോ എന്ന് പറയില്ലേ, ചങ്ക് ബ്രോയാണ്. കാരണം ലാലേട്ടൻ പഴയ കാലങ്ങളിൽ ആരൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ സുരേഷ് കുമാർ, പ്രിയദർശൻ, അങ്ങനെ കുറേ ഗഡികളുണ്ട്. തിരുവനന്തപുരം നായർ ലോബി ആയിട്ടുള്ള അവരെന്ത് പറഞ്ഞാലും മോഹൻലാൽ ശിരസ വഹിക്കും. എന്ത് പറഞ്ഞാലും കേൾക്കും. വെറും ഡേറ്റ് കൊടുക്കും, കൃത്യമായിട്ട് ചിലപ്പോൾ പൈസ ഒന്നും കൊടുക്കില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു. എന്നാണ് ആൻ്റണിയെ കണ്ടുമുട്ടിയ പിന്നെ ലാലേട്ടൻ വേറെ ലെവലായി. അതാണ് ആൻ്റണി. ഇന്നാണ് ലാലേട്ടൻ്റെ കൂടെ കൂടിയത്. അന്ന് മുതൽ ലാലേട്ടൻ വേറെ ലെവലിലേക്ക് പോയി, ഇങ്ങനെ കയറിപ്പോയി. 3-ാം മുറയുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണ് വർഷങ്ങളായിട്ട് സിനിമാ മേഖലയിൽ ഡ്രൈവറായിരുന്ന പല സിനിമകളിൽ നമ്മൾ പണ്ടത്തെ സിനിമകളിലൊക്കെ കുറേ 3 മാസങ്ങൾക്ക് മുമ്പ് അങ്ങനെ മമ്മൂക്കയുടെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതായത് അന്ന് നമ്മൾക്കറിയില്ല, പക്ഷേ നമ്മൾ വീണ്ടും ഇപ്പം ഈ പറഞ്ഞ ആ സിനിമകളൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ആൻ്റണി പെരുമ്പാവൂരിനെ കാണാം. അദ്ദേഹം ലാലേട്ടൻ്റെ കൂടെ കൂടിയ പിന്നെ അദ്ദേഹവും അതായത് ആൻ്റണിയും വമ്പൻ സെറ്റപ്പായി, ലാലേട്ടനും വമ്പൻ സെറ്റപ്പായി. ബിസിനസ് എന്നത് മാപ്പിളന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ അറിയുന്ന കാര്യമാണ് ക്രിസ്ത്യൻസ്. ഞാൻ ജാതി മതം പറയുന്നില്ല. ക്രിസ്ത്യാനികളെ പോലെ ബിസിനസ് ചെയ്യാൻ കഴിവുള്ള ഒരാളില്ല. ഇപ്പോൾ തന്നെ മമ്മൂക്കയുടെ കൂടെ ആയാലും മേക്കപ്പ് മാൻ ജോർജ്, അതേപോലെ തന്നെ ആൻഡോ ജോസഫ്, ഇവരൊക്കെയാണ്. ഇവർ പക്ക ബിസിനസ്സുകാരാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ മുമ്പ് ഷോപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. പണ്ട് ഒരു കാലഘട്ടത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീടിനോട് ചേർന്നാണ് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ എൻ്റെ വീട്ടിലെ എൻ്റെ വൈഫ് ഇവരൊക്കെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. സോപ്പ്, പേസ്റ്റ്, ആട്ട, ഈട്ട, പഞ്ചസാര, തേങ്ങ, മാങ്ങ, ഈ സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. നമ്മളൊന്നും പറയില്ല. പക്ഷേ ക്രിസ്ത്യൻസ് ആണെങ്കിലേ അപ്പനായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ അതിന് കണക്കുണ്ടാവും. നമ്മളെ പോലെയല്ല. അതായത് അവർ ജീവിതത്തിൽ പഠിക്കുന്നത് ബിസിനസ് അവരെ മുട്ടാൻ ആർക്കും പറ്റില്ല. അതായത് അവരൊരു കൃത്യമായ ചട്ടക്കൂടിൽ വളരുന്നവരാണ്. സ്ഥിരമായി പള്ളിയിൽ പോകുന്നു, എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുന്നു, വീട്ടിൽ കൂട്ടായ പ്രാർത്ഥന എന്ന് നടത്തുന്നു. വലിയ കാര്യം തന്നെയാണ്. അതിലെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ എന്ന വ്യക്തി. ആൻ്റണി പെരുമ്പാവൂർ ലാലേട്ടൻ്റെ കൂടെ കൂടിയ പിന്നെ ലാലേട്ടന് ഒരു ചിട്ടവട്ടങ്ങളും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ആൻ്റണി പെരുമ്പാവൂർ എന്ന് കൂടിയോ അന്ന് മുതൽ ലാലേട്ടന് നല്ല കാലം തുടങ്ങി. അഭിനയത്തിൽ ലാലേട്ടൻ ഗംഭീര സംഭവം, പുലി. ബിസിനസ്സിൻ്റെ കൂടെ നിർത്താൻ ആൻ്റണിയും കൂടി വന്നപ്പോൾ ലാലേട്ടൻ എന്താ പറയുക, അരം കിന്നരം എന്നൊക്കെ പറഞ്ഞ പോലെ ഡബിൾ ധമാക്കി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമ ആശീർവാദ് പ്രൊഡക്ഷൻസിൻ്റെ സിനിമകൾ വരുന്നു. ആ സിനിമകളൊക്കെ
ഗംഭീര വിജയമായിരുന്നു. അതിന് മുമ്പ് തന്നെ കുറേ സിനിമകളുണ്ട്. എല്ലാ സിനിമകളും ആൻ്റണി പെരുമ്പാവൂർ വന്നതോടുകൂടി ഗംഭീര സിനിമകൾ വരുന്നു. പൈസ ഇറക്കിയിട്ട് പൈസ എടുക്കുക. ഇപ്പോഴും അത് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം മമ്മൂക്കയുടെ സിനിമകളൊക്കെ ചെറിയ ലെവലിൽ സിനിമ ചെയ്ത് ചെറിയ ലെവലിൽ സിനിമ എടുക്കുമ്പോൾ ഇവരെങ്ങനെ ചെയ്യുന്നത്? പൈസ എറിഞ്ഞ് പൈസ എടുക്കുകയാണ്. അപ്പോൾ ഒന്നിനും പടങ്ങൾ പാളിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതിപ്പോൾ നമ്മൾ കുറ്റം പറയാനൊന്നും പറ്റില്ല. ഇപ്പോൾ വലിയ പരസ്യത്തിൻ്റെ കാര്യത്തിൽ മുട്ടാൻ പറ്റില്ല. മമ്മൂക്കയുടെ സിനിമയ്ക്ക് പരസ്യം ഉണ്ടാവില്ല, ഒരു പരസ്യം ഉണ്ടാവില്ല. നമ്മളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന നമ്മളെപ്പോലുള്ള ഫാൻസുകാരൊക്കെ കണ്ട് സിനിമ കണ്ടിട്ട് നമ്മളായിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കണം, അല്ലാതെ അവരൊരു പരസ്യം ചെയ്യില്ല. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, ഞാനൊക്കെ എന്തോരം അനുഭവിച്ചിട്ടുണ്ടെന്നറിയും. ഒരു നല്ല പോസ്റ്റർ വരുന്നുണ്ടാവില്ല പണ്ടത്തെ സിനിമകൾക്കൊക്കെ, നല്ല നല്ല പോസ്റ്റർ. അപ്പോൾ മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളും പണ്ടത്തെ പ്രണവത്തിൻ്റെ സിനിമകളായാലും ആശീർവാദിൻ്റെ സിനിമകളായാലും ഒക്കെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുക ഗായത്രി അശോകനാണ്. ഗായത്രി അശോകൻ്റെ പോസ്റ്റർ കണ്ട ആൾക്കാർ കയറും. അങ്ങനെയാണ് ഒരുവിധം സിനിമകളൊക്കെ ലാലേട്ടൻ്റെ പണ്ടത്തെ എല്ലാ സിനിമകളും, കീടായാലും ചെങ്കോലായാലും രാജാവിൻ്റെ മകനായാലും ദശരഥ ആയാലും വരവേൽപ്പായാലും എല്ലാ സിനിമകളും, ഇദ്ദേഹം നാടുവാഴികളായാലും ഭൂമിയിലെ രാജാക്കന്മാരായാലും തമ്പി കണ്ണന്താനത്തിലൊക്കെ എല്ലാ സിനിമകളും, അങ്ങനെ എല്ലാ. അപ്പോൾ മമ്മൂക്കയുടെ സിനിമകൾ കുറേയൊക്കെ ഉണ്ട്, മോഹൻലാലിൻ്റെ അത്ര ഇല്ല, മോഹൻലാലിൻ്റെ അത്ര ചെയ്യാറില്ല. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, ഇപ്പോൾ ആളെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കില്ല, ഞാൻ പറഞ്ഞു പോയി എന്ന് മാത്രം, പറഞ്ഞു വന്നു എന്ന് മാത്രം. കാരണം അപ്പോൾ പോസ്റ്റർ ചെയ്യാനും അത് പരസ്യം ചെയ്യാനും അതിന് പൈസ ഇറക്കാനും എല്ലായിടത്തും ഈ ആൻ്റണി പെരുമ്പാവൂർ കാണിക്കുന്ന മിടുക്ക് മറ്റൊരു ആളുകൾക്കും ഇല്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ. ഇപ്പം മരക്കാറെന്ന് പറഞ്ഞ സിനിമ ഇതുപോലെ സമരമാണ്, മറ്റേതാണ് മറിച്ചാണ്, ഞങ്ങൾ OTT സിനിമ കൊടുക്കുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആകെ ഭൂകമ്പം ഉണ്ടാക്കിയിട്ട് അവസാനം എല്ലാം പറഞ്ഞ് സോൾവാക്കി, എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ട് എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് എന്ന് പറഞ്ഞ രീതിയിൽ അവസാനം കോംപ്രമൈസ് ചെയ്തിട്ട് സാധനം ഇറക്കും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് ആ വിഷയം ഒരു കണക്ക് പറഞ്ഞ് ഇത്ര കോടി എന്ന് പറഞ്ഞ് ഒരു കണക്കുണ്ടാക്കി അത് വലിയ രീതിയിൽ കോടികളുടെ കഥ ആദ്യം പറയും, അത് കഴിഞ്ഞ് സിനിമ വരും. ഇപ്പം ഇങ്ങനെ കുറേ വിഷയം ഉണ്ടാക്കി ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും ചർച്ച കാര്യങ്ങൾ, അങ്ങനെ ഈ സാധനം എല്ലാ മനുഷ്യരുടെ മനസ്സിലും കയറും. അങ്ങനെ അല്ലെങ്കിലും നല്ല പ്രതീക്ഷ ആളുകളിലേക്കുള്ള സിനിമയാണ്. എന്താ പറയുക, പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു, ലാലേട്ടൻ ഇങ്ങനെ ആളുകൾക്ക് കൂടുതൽ, ലാലേട്ടൻ്റെ ഫാൻസിന് കൂടുതൽ താല്പര്യമുള്ള ആ രീതിയിലുള്ള സിനിമ. മുരളി ഗോപിയുടെ കഥ തിരക്കഥ, ലൂസിഫർ എന്ന സിനിമ വമ്പൻ വിജയം നേടിയ സിനിമ, അതിൻ്റെ 2ാം ഭാഗം എന്നൊക്കെ പറയുമ്പോൾ ഓൾറെഡി ഉണ്ട്, കോടികൾ ചിലവാക്കിയിട്ടുണ്ട്. അതെല്ലാ ഭാഷയിലേക്കും ഇറക്കാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്നു. ഇതിൻ്റെ കൂടെ ഉന്തിൻ്റെ കൂടെ ഒരു ചവിട്ടും കൂടിയും കൊടുക്കണം. അങ്ങനെ ഈ സാധനം ഇപ്പോൾ ഏത് കൊച്ചുകുട്ടിക്കും, ഇപ്പോൾ ജനിച്ചിട്ട് 2-3 ദിവസമായി 10 ദിവസമായ കുട്ടികൾ ഇങ്ങനെ കരയാൻ പറയുന്ന കുട്ടികൾ, ചെറിയ കുട്ടികളില്ലേ, ബോറാണ് കേട്ടോ, എനിക്കറിയാം. എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞാലേ ആൾക്കാർ ഇഷ്ടമുള്ളൂ, എന്തെങ്കിലും പുതുമ വേണ്ട. അപ്പോൾ ഇങ്ങനെ കരയുന്ന കുട്ടികൾക്ക് വരും. ഇപ്പോൾ എമ്പുരാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം. അപ്പോൾ കുട്ടികൾ പറയും എമ്പുരാനെ പറ്റില്ല പറഞ്ഞതെന്ന് ചോദിക്കും. അങ്ങനെ പരസ്യം ചെയ്ത് അവർ വിജയിച്ചു. ഇപ്പോൾ പറയും 141 കോടി. പിന്നെ മോഹൻലാലിനും അതേപോലെ തന്നെ മോഹൻലാലും പൃഥ്വിരാജിനും പൈസ കൂട്ടിയിട്ടില്ല എന്നൊക്കെ പറയും. ഇപ്പോൾ സംഭവം 200 കോടിയിലേക്ക് മുകളിലായി ഉണ്ടാവും. ഇനി ഒറ്റയടിക്ക് നോക്കിക്കോ, സിനിമ വന്നു കഴിഞ്ഞാൽ സാധനം കറക്റ്റായിട്ട് 100 കോടി ചിലവായിട്ടുള്ളൂ നൽകും. അപ്പോൾ പിന്നെ കിട്ടുന്നതൊക്കെ ലാഭമാണെന്ന് കാണിക്കാം ഇവർ പല നമ്പറുകൾ അടിക്കും. അത് മമ്മൂട്ടി സിനിമയിൽ അങ്ങനെ ഉണ്ടാവില്ല. മമ്മൂക്ക പിന്നെ പെർഫെക്റ്റാണ്, കള്ളത്തരം ഉടായ്പും പരിപാടികളൊന്നുമില്ല ആൾക്ക് സിനിമയിൽ അഭിനയിക്കണം. ആ സിനിമ നല്ല അഭിനയിക്കാൻ സാധ്യതയുള്ള സിനിമയാണ്. പൈസ ലാഭം കിട്ടണം കാര്യങ്ങളൊന്നും ആൾക്ക് ആവശ്യം. കോടിക്കണക്കിന് സ്വത്തുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പം മോനുണ്ടാക്കുന്നുണ്ട്. ഇനി എന്തിന് പൈസ? ഇപ്പോൾ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ഡൊമിനിക്കൻ്റെ ലേഡീസ് പേഴ്സ് പരാജയപ്പെട്ടു, പൈസ കിട്ടിയില്ല, നഷ്ടം വന്നു എന്നൊക്കെ പറയുന്ന ഓരോ ചുള്ളന്മാർ ഇരുന്നിട്ട് പറയുമ്പോൾ ഞാൻ ആലോചിച്ചിരിക്കാറുണ്ട്. 2 പേർക്ക് അങ്ങനെ തന്നെ, മോഹൻലാലിനായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ മോഹൻലാലിൻ്റെ അല്ലല്ലോ ഈ പറയുന്ന ആശീർവാദം എന്ന് പറയുമ്പോൾ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ആണല്ലോ പറച്ചല്ലേ, ഷെയറിങ് ആണെങ്കിലും. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് മമ്മൂക്കയൊക്കെയാണ്. ചെക്കൻ അതിനേക്കാളും കോടികൾ, മമ്മൂക്കയുടെ കൂടുതൽ കോടികൾ ചെക്കൻ ഉണ്ടാക്കുന്നുണ്ട്.
ഇനി ഇതിൻ്റെ ആവശ്യമാകും. മമ്മൂക്കയ്ക്ക് ഇപ്പോൾ വെറൈറ്റി റോളിൽ അഭിനയിക്കണം എന്നുള്ള ഭ്രാന്ത് കയറി നടക്കണത്. ഭ്രാന്ത അത് കുറച്ച് കൊല്ലമായിട്ട്, ഒരു 3-4 കൊല്ലമായിട്ട് വെറൈറ്റി ആയിട്ടുള്ള സിനിമകൾ ചെയ്യണം എന്നുള്ള ഭ്രാന്ത് മാത്രമല്ലോ. അതിൻ്റെ ഇടയിൽ വന്നത് ഡൊമിനിക് ആൻഡ് ലേഡീസ് മാത്രം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയുള്ള സിനിമകളൊക്കെ ഗംഭീര സിനിമകൾ. ഇപ്പോൾ വരാൻ പോകുന്ന കളങ്കാവലായാലും ബസൂക്കയായാലും നല്ലൊരു ആക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റൈലിഷ് കഥാപാത്രമായിരിക്കും. എന്തായാലും അഭിനയ പ്രാധാന്യത്തിനില്ല, ഗംഭീര സ്റ്റൈലിഷ് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ കളങ്കാവലിൽ ഗംഭീര പെർഫോമൻസ് ആയിരിക്കും. അങ്ങനെയുള്ള സിനിമകളൊക്കെ ഗംഭീരമാക്കും. അപ്പോൾ പക്ഷേ പ്രൊമോഷൻ കാര്യങ്ങളും അതൊന്നും ചെയ്യാൻ അറിയില്ല. അത് വലിയ മാപ്പിളക്കുട്ടി നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട്, ആൻ്റണി പെരുമ്പാവൂർ പടയ്ക്ക് എന്തായാലും എമ്പുരാൻ വിജയമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂർ.